ജിന്ന് സംജ്ഞയിലൂടെ ബിദഈ പ്രതിരോധരംഗം സജീവമായപ്പോൾ ചത്ത പാമ്പിനെ തല്ലാൻ ചെറുശ്ശേരി സമസ്തക്കാർ ക്ലിപ്പുമായെത്തി. ഇത്രയുമായത് ആരെക്കൊണ്ടെന്ന് മിണ്ടാതെ ആദർശ വിശദീകരണ സമ്മേളനം വെച്ച് നമ്മൾ മാത്രമാണ് ആദർശം പറയാനുള്ളതെന്ന് ഒരു വിദ്വാൻ തട്ടിവിടുന്നത് കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ പറയാൻ നമ്മളെ ഉള്ളൂ. മറ്റൊരാരെങ്കിലും ചെന്നാണ്ട് പറയാണ് എന്ത് ഇപ്പൊ ജിന്നിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ നമ്മളെ കാര്യമായ കേരളത്തിലെ സുന്നി പ്രഭാഷകന്മാരാരും ഇപ്പൊ രംഗത്തില്ല. എന്തറിയോ? എന്താ ജിദ്ദിൽ നിന്ന് തുടങ്ങി നോക്കിയതാണ്. എന്തേലും പറയോ? കാരണം ഇവര് വന്നിക്കാണ്ട് പറയാണ് ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുമ്പോ മറ്റാൾക്കാർ ചോദിച്ചൂലേ ഇങ്ങനെ കാട്ടിയാൽ മതി. 4 മദ്ഹബ് എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ 40 കോടിന്ന് വെറുതെ ശ്വാസം ഒരാൾ മെല്ലെ കാല് കൈയിൽ പൊന്തിച്ച പ്രസംഗം കുടുങ്ങാണ്. എന്താ പറയാന്ന് ചിലപ്പോ വെറുതെ പൊന്തിച്ചതേക്കും. ഇങ്ങനെ പൊതുരംഗത്ത് ഏടാകൂടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിൽ ആദർശരംഗത്ത് അടിയുറച്ചു നിന്നത് ആരായിരുന്നുവെന്ന് സംവാദങ്ങളിൽ എതിർചേരിയിലുണ്ടായിരുന്ന മുജാഹിദ് മൗലവിമാർ പറയട്ടെ. ഇവിടെ ആലുവ സംവാദമൊക്കെ പരാമർശിച്ചുവത്രേ. സ്വന്തമായി ഒരു സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത്, ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാനബോധത്തോടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സുന്നികളിൽ 2 ഗ്രൂപ്പുണ്ട്, മുജാഹിദികളിൽ 2 വിഭാഗം. സുന്നികളിൽ AP വിഭാഗം സംഗതി അവര് എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ്. ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദുകളുമുണ്ട്. ഈ മാർഗത്ത് നിന്ന് ഔട്ടായിപ്പോയ 2 കൂട്ടരുണ്ട്, സൈഡായിപ്പോയി. വലിയ വട്ടിയൊക്കെ വരുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരൊക്കെ റോഡിന്റെ പോണെന്നങ്ങ് സൈഡിലേക്ക് ഇളകി പോകുന്ന രീതി കാണില്ലേ? അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ 2 കൂട്ടർ സൈഡായിപ്പോയി. ഒന്ന് EK ഗ്രൂപ്പും മറ്റൊന്ന് മടവൂര് ഗ്രൂപ്പും. അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ? റോഡ് സൈഡിലുള്ള പുല്ലും ചപ്പുമൊക്കെ വാരിയിട്ട് റോഡ് മേലിട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് കയറ്റാൻ ശ്രമിക്കരുത്. അതുപോലെ കിട്ടിയതാണ് ജിന്ന്. ഒന്ന് റോഡിലേക്ക് കയറണം. അപ്പൊ ഈ ജിന്നെന്ന പുല്ല് വലിച്ചിട്ട് കയറാൻ പറ്റുമെന്നാണ് 2 കൂട്ടരും സംയുക്തമായി ആലോചിച്ചത്. നടന്നില്ല, എവിടെയും കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ, സംവാദം നടത്തിയത് ഒന്ന് നമ്മളാണ്, മുജാഹിദികളാണ്. മറ്റൊന്ന് AP വിഭാഗം സുന്നികളുമാണ്. നമ്മളെക്കാൾ അധികം ഇതിനെപ്പറ്റി വർത്താനം പറഞ്ഞ് നടക്കുന്നത് ഈക്കക്കാരും മടവൂരികളുമാണ്. മുജാഹിദീങ്ങൾ AP സുന്നികളുമായിട്ട് എത്ര വാദപ്രയോഗം നടന്നു, പക്ഷെ ഒറ്റതിന് ബലം കിട്ടുന്നുണ്ടോ? എത്ര സംവാദങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ നടന്നപ്പോ ഒന്നിന് പോലും ഈ കാസിമീൻ കൂട്ടറിൽ അതിനൊന്നും പോലെ കൊണ്ട് കഴിയൂല. ഇതിങ്ങനെ ആളല്ലാത്ത പോസ്റ്റേക്ക് ഗോളടിക്കുക, അവനാന്റെ കൗമിനെ കൊണ്ടുവന്ന് തക്ബീർ ചെല്ലാൻ ഭാഗമാക്കി നിർത്തി അവിടെ ഇങ്ങനെ വല്ല ആളെ ഷെയ്ഖുനായി സോഫി ചാലിരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂസ് നോക്കി ഇങ്ങനെ വയല് പറയാ. പുത്തൻവാദികളെ എതിർത്ത് തോൽപ്പിക്കാൻ രൂപീകരിച്ച സമസ്തയുടെ പേര് ആർക്കാണ് അർഹതയെന്ന് പ്രേക്ഷകരെ നിങ്ങൾ